അപ്പച്ചൻ എന്തായി പറയുന്നത്? വേണ്ട മോനെ, ഇത്രയും ചെയ്തത് തന്നെ നാണം കെട്ട പണിയായിപ്പോയി. നമുക്കിതിവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാം. ഈ പുരയിടം വിറ്റ് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശങ്ങ് തിരിച്ചു കൊടുക്കാം. നമ്പ്യാരുടെ കടം വീട്ടിയത് കൊണ്ട് ആർക്കെങ്കിലും കിട്ടുന്ന വിലയ്ക്ക് ഇത് കൊടുക്കാമല്ലോ. ചാണ്ടിയെ ചിട്ടിച്ചനോട് അവധി മേടിക്കാം. പ്രായമായി ഈ പെൺകുട്ടികളെ വിളിച്ചോണ്ട് എങ്ങോട്ട് പോകണമെന്ന് അപ്പച്ചൻ പറയുന്നത്? എങ്ങോട്ടെങ്കിലും പോകാം. ഇവർക്കൊക്കെ ഒരു ജീവിതമുണ്ട്, അപ്പച്ചൻ അത് മറക്കരുത്. ഞാൻ പിന്നെ എന്ത് ചെയ്യണം ജോർജ് കുട്ടി? ആ മനുഷ്യൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ സമ്മതിക്കണം. വിവാഹം നടക്കട്ടെ. എന്റെ ജീവിതം ആ വീട്ടിലൊരു പണയവസ്തു ആക്കണമെന്നല്ലേ ഉള്ളൂ. ഞാൻ തയ്യാറാ. നാണക്കേടിന്റെ കുളത്തിൽ അറിയാതെ നനഞ്ഞില്ലേ, ഇനി മുങ്ങാം. എനിക്കിപ്പോ അതൊരു പ്രയാസമായിട്ട് തോന്നുന്നില്ല. ഒരാളിവിടെ നിൽപ്പുണ്ടേ. ആലീസിന് എന്നോട് വെറുപ്പ് തോന്നില്ലേ? പുച്ഛം. കള്ളം പറഞ്ഞ ആലീസിന്റെ അപ്പച്ചനെ വഞ്ചിച്ചതിന് എന്നോട് പുച്ഛം തോന്നില്ലേ? ആലീസിന് കിട്ടുമായിരുന്ന നല്ലൊരു ബന്ധം ഞാൻ ഒരുത്തൻ കാരണം നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് ഒടുങ്ങാത്ത ദേഷ്യം തോന്നില്ലേ? അതല്ലേ ഇപ്പൊ മനസ്സ് നിറയെ? കഴിഞ്ഞോ? എന്ത് എളുപ്പത്തിൽ എന്റെ മനസ്സ് വായിച്ചത്. ദേ, തല്ലിയാലും വേണ്ടില്ല കൊന്നാലും വേണ്ടില്ല എന്ന് കരുതി എന്റെ അപ്പൻ ചീരങ്കണ്ടത്തിൽ ഇട്ടിച്ചിന്റെ മുഖത്ത് നോക്കി പറഞ്ഞോളാം ഞാൻ, എനിക്ക് ഈ സാറിന് മതിയെന്ന്. എല്ലാം സഹിച്ച് കാത്തിരുന്നതേ ഇങ്ങനെ ഓരോന്ന് കേൾക്കാനല്ല. എനിക്ക് കരച്ചിൽ വരും കേട്ടോ. അലിസേ, എന്തോ? നിനക്കൊന്നും അറിയില്ല. നീ വായിക്കുന്ന കഥകളിലെ പോലെയൊന്നും അല്ല കുട്ടി ജീവിതം. അത് നേരാ, എനിക്കൊന്നും അറിയില്ല എന്നുള്ളത്. പക്ഷെ ഒന്നും എനിക്കറിയാം, എന്റെ ഭാഗ്യമായത്, എന്റെ പുണ്യം. എനിക്കിത് മതി. ഈ പൊട്ടിപ്പണ്ണിനെ വിട്ടേച്ച് എങ്ങും പോയി കളയരുതേ. കാട്ടിപ്പറമ്പൻ കുഞ്ഞുമാണി ഒരു തന്തയ്ക്ക് പിറന്നവരാ. എന്റെ അടുക്ക നീ തനിക്കണോ എടുക്കരുത്. നെയ്യാറ്റിക്കര ചന്തമുക്കില് 10 രൂപയ്ക്ക് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന നിന്നെ ഇവിടെ കൊണ്ട് പൊറപ്പിച്ചു തരാ. എന്റെ കയ്യിലെ കാശ് നിന്ന് നിന്റെ ഇറച്ചിയിൽ നെയ്യ് കൂടിയപ്പോ നിനക്ക് എന്നെ വേണ്ടാതായി. ഇതെന്തൊരു കൂത്തുമാണി അണ്ണ. സന്ധ്യ നേരത്ത് പഴിയുടെ മുമ്പിൽ ചിന്തിനെങ്ങനെ പോകുന്നേ? നാട്ടുകാർ മുമ്പിൽ എന്നെ നാണം കൊടുത്താന്. ഓ, നാട്ടുകാർക്കല്ലേടെ നിന്റെ വിശേഷം അറിയാൻ മേലാത്തത്. ചീരങ്കണ്ടത്തിൽ ഇട്ടിയെ കെട്ടിട്ടല്ലേടെ നീ കിടന്ന് കളിക്കുന്നത്.
അധിക നാളിലടി കുഞ്ഞുമാണിക്ക് ഒരു കൈയേ പോയിട്ടുള്ളൂ. വൈകാതെ അവന്റെ കണക്ക് ഞാൻ തീർക്കും. കൂട്ടത്തിൽ നിനക്കുള്ളതും വെച്ചിട്ടുണ്ട്. വരി അണ്ണ കയറി ഇരിക്കി. ഇങ്ങനെ പണക്കം കൂടി പോയാ ഈ അപ്പാവി എന്തിരി ചെയ്യും? ആ പൊടി തിന്നോണ്ടിരുന്ന പാത്രത്തില് പട്ടി മോകുത്തിന്റെ ബാക്കി തിന്നിന്റെ ശീലം എനിക്കില്ല. മതി. എന്താ അവസാനം എനിക്ക് ഇവിടെ എണീക്കാൻ പറ്റാതാവും. അത് സാരല്ല, ഞാൻ താങ്ങി പിടിച്ചുകൊണ്ട് കിടത്തിക്കോളാം. എന്നിട്ട് ഉണ്ണാറാകുമ്പോ എഴുന്നേറ്റ് വന്നാ മതി. എന്നാ പിന്നെ കാര്യം ചെയ്യാം, ഇവിടെ തന്നെ ഇരിക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ പിന്നെ ഊണും കഴിഞ്ഞ് എണീക്കല്ലോ. ഇങ്ങനെ 3 നേരം ഇറച്ചി മാത്രം കഴിക്കാൻ തുടങ്ങിയാലേ എന്റെ കാര്യം ഒരു പരുവത്തിലാവും. അപ്പൊ കഥയിലെ സണ്ണിക്കൂട്ടിന് അപ്പനെ പോലെയുണ്ടെന്ന് നീ തന്നെ പറയും. മതി മതി, എനിക്ക് വേണ്ടെന്ന്. കഴിക്കണം. എനിക്ക് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. അത് പറഞ്ഞാ പറ്റില്ല, കഴിക്കണം. കഷ്ടം. എന്താണ് ഇത്ര കളിക്കാൻ? അടുക്കളയിലുണ്ട്. ഏലമോ എന്നാ കുന്തം, എനിക്ക് കൂപ്പലേലത്തിന് പോണം. ആ ജീപ്പ് ഒന്ന് കഴുകിയിട്ടിട്ടില്ല. പൈലി എവിടെ പോയി? നിന്റെ അപ്പന്റെ ശവടക്കിന് അവൻ തോട്ടത്തിൽ പോയിരിക്കല്ലോടി. പിന്നെ ഞാൻ കഴുകണോ ജീപ്പ്? വേണ്ട, 3 നേരം മൂക്കറ്റം കേട്ടിട്ട് ഇവിടെ തന്നെ കിടന്നോ. നിന്റെയൊക്കെ വയറ് നിറയ്ക്കാൻ ഒരുത്തന് ഇവിടെ ഓടി നടക്കുന്നുണ്ടല്ലോ. അയ്യേ, നീ എന്നതാ മോനെ കാണിക്കുന്നേ? ഞാൻ ആ വേലക്കാരി പെണ്ണിനോട് പറയായിരുന്നല്ലോ. ഹേയ് സാരമില്ല, വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നത് നല്ലതല്ലേ. ആലീസേ, ഞാൻ കൂടെ കൂടാം. വേണ്ടായിരുന്നു. ഈ അപ്പച്ചൻ ഇപ്പൊ ഇത് കഴുകാതങ്ങ് പോയാലെന്താ? അരമനെ തിരുമേനെ കാണാൻ പോവാണല്ലോ. ആലീസേ, എടി ആലീസേ. ദാ വരുന്നു അപ്പച്ചാ. ഓയിലും വെള്ളമൊക്കെ നോക്കിയോ? ഉവ്വ്. എടുത്ത് മാറ്റ. അറിയില്ല നീ. ആ വെട്ട വെട്ട കളിക്കടോ. ആണോ? മിലിറ്ററി അച്ചായനായിരുന്നോ? ഇതെന്നാ പോലീസ് ജീപ്പില്? പോലീസ് അല്ലടാ, പൗലോസ്. എന്റെ സ്വന്തം ജീപ്പിന് എന്റെ സ്വന്തം പേര്. ക്യാ ബാത് ഹൈ? പുതിയ SI വരുന്നെന്ന് കേട്ടു. ഞാൻ വിചാരിച്ചു പുള്ളിക്കാരനായിരിക്കും. ആസ്മാൻ കെ നീച്ചെ പോലീസ് കാ നാം സുനെ തോ. പേടിക്കുന്ന നിങ്ങളുടെ ഇടയിലൊക്കെ ജീവിക്കാൻ ഇത്ര ചോട്ടാ മോട്ട വിലകളൊക്കെ വേണില്ല. പോയി കളിക്കാം. കോൺ ഹൈ? ഈ പോസ്റ്റ് ഓഫീസ് ഇത് ചായക്കട. മനസ്സിലായില്ല. ഈ പോസ്റ്റ് ഓഫീസേ കത്തൊക്കെ പോസ്റ്റ് ചെയ്യുന്ന. ഓ ഡാക്കർ അല്ലേ? അത് മനസ്സിലായി. ഞാൻ നിങ്ങളെയാണ് ഉദ്ദേശിച്ചത്. മുമ്പ് ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ചീരങ്കണ്ടത് വീട്ടിൽ നിന്ന് മാരി ചെയ്തിരിക്കുന്നത്. ഓ മിസ്റ്റർ ജോർജ് കുട്ടി. എങ്ങനെ മനസ്സിലായി? അറിയാം, ബ്രോക്കർ ചാണ്ടി എന്റെ ഫ്രണ്ടാ. എന്നോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണാനിരിക്കുകയായിരുന്നു. അല്ല, അതെ, അങ്ങോട്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാനും ഇട്ടിച്ചനും തമ്മിൽ അത്ര സുഖത്തിലല്ല. അതിരിക്കട്ടെ, നമ്മളൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പൗലോസ്, ഒരു വിമുക്ത ഭടൻ. ഇതെന്റെ സ്വന്തം സ്ഥാപനമാണ്, ഹോട്ടൽ ജയ് ജവാൻ. അല്ല, പോസ്റ്റ് ഓഫീസ്. ഒരു 2 കട അങ്ങോട്ട് കിടന്ന് വലത്തോട് തിരിഞ്ഞാൽ മതി. ഓ. ഓക്കെ. പിന്നെ അത് കണ്ട പോസ്റ്റ് ഓഫീസ് ആണെന്ന് തോന്നൂല, പക്ഷെ അതാണ് പോസ്റ്റ് ഓഫീസ്. ശരി. അല്ല, ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പോസ്റ്റ് മാസ്റ്റർ കൃഷ്ണൻ നായരുടെ പശു പ്രസവിച്ച് അങ്ങനെ അങ്ങോട്ട് പോയതാ. അയ്യോ. അല്ല,
ഒരു കാലി ചായ കുടിച്ച് വിശദമായി സംസാരിക്കും വിരോധമില്ലല്ലോ? ഇല്ലല്ലോ? ഇല്ല. ഇല്ലല്ലോ? ഇല്ല. നടന്നു. അന്തരായി വെൻ ഐ വാസ് ഇൻ ആർമി ഞാനൊരു തീപ്പന്തമായിരുന്നു. ജോർജ് കുട്ടിക്കറിയോ? സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടും എന്നെ അവിടെ പിടിച്ചു നിർത്താനുള്ള ഭീകരമായ ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ ഭീകരന്മാരായിരിക്കും അല്ലേ? ആളുകളുടെ ജോലിയാണല്ലോ. ഭാസ്കര ഒരു ചൈഡി ജയ് ജവാൻ. ജയ് കിസാൻ. കിസാൻ എന്നുള്ളതിന്റെ അർത്ഥം അറിയാലോ? ഉം. കൃഷിക്കാരൻ. ഇവിടെയുള്ള ജനങ്ങളെ മുഴുവൻ കൃഷി ചെയ്ത് ജീവിക്കുന്നതിനാണ് ഇവൻ. അച്ചായോ വേണ്ട വേണ്ട. ഒരു തമാശ പറഞ്ഞല്ലേ? ആ സോറി, ഇത് ജോർജ് കുട്ടി ഇട്ടിച്ചിന്റെ മരുമകൻ. ഇത് സുഗതൻ. കൊടുക്കണ കൈ. ഹലോ, അല്ല വളരെ സന്തോഷം. വെറും സുഗതനല്ല, സുനന്ദ സുഗതൻ. സുനന്ദ തേജസിന്റെ സ്വന്തം നാടക കമ്പനിയാ. തനിക്ക് എത്ര വയസ്സായി? അതിപ്പോ ഈ അതല്ല, തനിക്ക് എത്ര വയസ്സായെന്നുള്ള എന്റെ പുതിയ നാടകത്തിന്റെ പേരാ. നിന്റെ അപ്പന്റെ 16-ാം അടിയന്തരം. അത് ഇവന്റെ അടുത്ത നാടകത്തിന്റെ പേരാണ്. തമാശ തമാശ. മഴേ, നിന്റെ കലാപരിപാടി ഇവിടെ വേണ്ട. മഴേ, കുവൈറ്റിലേക്ക് എണ്ണ കേട്ടല്ലേ കേട്ട. മാസ്റ്റർ तीन चालो अच्छा साहब 11, 12, 13. എന്താടാ ഇത്? ആദ്യം ഞാൻ കരുതിയ വല്ല വേലക്കാരനുമായിരിക്കും. കാലത്ത് കുറച്ച് പണിയുണ്ടായിരുന്നേ. എന്താ രണ്ടുപേരും കൂടി മുന്നറിയിപ്പില്ലാതെ? ഇവളെ ഇറക്കിക്കൊണ്ട് വരാൻ ലൈസൻസ് ആയി. മാരേജ് ഫിക്സ് ചെയ്തു. കമ്മിങ് 21st. ആഹാ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. വാ അപ്പച്ചാ, ഇതൊക്കെ ഫ്രണ്ട്സാ. നമസ്കാരം. എന്നാ പേര്? പ്രകാശ്. ഇതെന്റെ ഉഡ്ബി. അതിനാ? അതായത് ഞാൻ കല്യാണം കഴിക്കാൻ വന്ന പെൺകുട്ടി. ഓഹോ, ഇവിടൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. അതൊക്കെ പഴയ കാലമല്ലേ എങ്കിൽ. പഴയതായ തന്തയല്ലാതാകുവോ? ആലിസൺ, പ്രകാശിനെ പറ്റി നിന്നോട് പറഞ്ഞിട്ടില്ലേ? ആ, ഇത് ഞാൻ കല്യാണം കഴിക്കാൻ വന്ന കക്ഷിയാ. കേറി ഇരുന്നാട്ടെ. ഇല്ല, ഇനി ഒരിക്കലാവാം. മാരേജിന് വരുമ്പോ ആലിസിനെ കൂടെ കൊണ്ടുവരണം. എന്നാ വരട്ടെ. ആ എടാ, വന്ന കാര്യം മറന്നു. നമ്മുടെ റിസൾട്ട് വന്നു. നീയാണ് കോളേജിലെ ടോപ്പ് സ്കോറർ. ആ, നമ്മുടെ മേനോ സാറാ എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞത്. താങ്ക് യു പ്രകാശ്, താങ്ക് യു. ശരി വരട്ടെ. ഈശോയെ, ഒരു കാപ്പി പോലും കുടിക്കാതെ അങ്ങ് പോവാ. കഴിവേറി. എടാ എവിടെ നോക്കിയാടാ വയലി ചെയ്യുന്നത്? ചോവനെയ്യടാ. നിന്റെ അമ്മായിപ്പനാള് ശരിയല്ലല്ലോ. ഓക്കെ ആലീസ്. ആ, അങ്കിളെ പോട്ടെ. ഓ ആട്ടെ, എവിടെ പോവുക? കേളത്ത് അപ്പോഴേ അവര് പൊയ്ക്കോളും. കടയിൽ ഈ ഷീറ്റ് കൊണ്ടുപോയി കിടന്ന് കാശ് മേടിക്കണ്ടതാ. പോട്ടെന്നേ. അപ്പച്ചന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല. എന്നോട് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, ഞാനത് അനുഭവിക്കേണ്ടവനാ. പക്ഷെ അത്രയും ദൂരത്ത് നിന്ന് എന്നെ കാണാൻ വന്നൊരു ഫ്രണ്ടിനോട്, അതും അവന്റെ കൂടെ പെൺകുട്ടി ഉണ്ടായിരുന്നു. എന്തെങ്കിലും അവരെ കാണുമ്പോ ഞാൻ മാപ്പ് പറഞ്ഞോളാം, അപ്പച്ചന് വേണ്ടി. വരുന്നേ, വന്ന് ആഹാരം കഴിക്കേ. വാ, വരുന്നേ.